ഇന്നത്തെ കഥ കുഞ്ഞിന് മൊട്ടയടിക്കാൻ പോകുന്നതാണേ. തമിഴ്നാട്ടിലെ വിരുതുനഗർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ചേട്ടൻ്റെ അച്ഛൻ്റെ നാട്. അവർ ജനിച്ചതും പഠിച്ചതുമൊക്കെ വളർന്നതും ഒക്കെ അവിടെയാണ് കേട്ടോ. അപ്പോൾ അതിനടുത്തുള്ള അവരുടെ കുടുംബക്ഷേത്രമായ കുലദൈവം എന്നാണ്, കുലദൈവത്തിൻ്റെ അമ്പലം എന്നാണ് അവർ പറയുന്നത്. അവിടെയാണ് പോകുന്നത്. ഗോപാൽസ്വാമി മലയിൽ. മോൾക്ക് മൊട്ടയടിച്ചത് പളനിയിലാണ്. തമിഴ്നാട്ടിൽ പോവാണെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് പേര് എന്നോട് ചോദിച്ചിരുന്നു പളനിയിലാണോ എന്ന്. കുഞ്ഞിന് പളനിയിലല്ല, മോൾക്ക് പളനിയിലായിരുന്നു മൊട്ടയടിച്ചത്. മോന് ഇവിടെയും കുടുംബക്ഷേത്രത്തിലും. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടുന്ന് 2 വഴിയിൽ കൂടി തമിഴ്നാട് പോവാം. നാഗർകോവിൽ തിരുനെൽവേലി വഴിയും പുനലൂർ ചെങ്കോട്ട വഴിയും. നാഗർകോവിൽ തിരുനെൽവേലി ഹൈവേ ആണ് കേട്ടോ. പെട്ടെന്ന് എത്തും. പെട്ടെന്നെന്ന് വെച്ചാൽ ഒരു 5-6 മണിക്കൂർ കൊണ്ട് ഞങ്ങൾക്ക് എത്താം. പക്ഷേ പുനലൂർ വഴി കുറച്ച് റോഡ് മോശമാണെങ്കിലും, മോശമെന്നല്ല, ഒരു ഹൈ റേഞ്ച് ആണ്. അപ്പോൾ അതുവഴി പോകുമ്പോഴത്തേക്കും അത്രയ്ക്ക് വേഗത്തിലൊന്നും പോകാൻ പറ്റില്ല. എന്നാലും നിറയെ കാഴ്ചകൾ കണ്ടു പോകാം കേട്ടോ. നല്ല സ്ഥലങ്ങളാണ്. ഒരുപാട് കാഴ്ചകൾ കണ്ട് നമുക്ക് ഇതുവഴി പോവാം. അപ്പോൾ ഇപ്രാവശ്യം ഞാനിവിടെ പുനലൂർ തൂക്കുപാലത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇതുവഴി ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിലും തൂക്കുപാലത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് കയറുന്നത്. അപ്പോൾ മക്കളെ കൊണ്ട് കയറാൻ പറ്റി. കണ്ണന് ഇതൊന്നും മനസ്സിലാവില്ല. അവനിങ്ങനെ ഓടി നടക്കാൻ സ്ഥലം കിട്ടിയത് കൊണ്ട് അവനങ്ങനെ ഓടി നടക്കുകയാണ്. മോൾക്ക് കാണിച്ചു കൊടുത്തു കേട്ടോ, പുനലൂർ തൂക്കുപാലം ഇതാണെന്ന്. ഇതുപോലെ തെക്കൻ കേരളത്തിൽ ഇതുപോലെ ഒരു തൂക്കുപാലം വേറെ ഇല്ല എന്നാണ് തോന്നുന്നത്. എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. 1877 പണികഴിപ്പിച്ച പാലമാണ്. അതായത് തിരുവിതാംകൂർ രാജഭരണകാലത്ത് ബ്രിട്ടീഷ് എഞ്ചിനീയറാണിത് നിർമ്മിച്ചത്. കല്ലടയാറിൻ്റെ ഇരുകരകളും തമ്മിൽ ബന്ധിപ്പിച്ചിട്ടുള്ള പാലം. അടിയൊഴുക്ക് ശക്തമായതുകൊണ്ടാണ് കേട്ടോ തൂണ് നാട്ടിയുള്ള പാലം ഉണ്ടാക്കാതെ തൂക്കുപാലം ഉണ്ടാക്കിയിരിക്കുന്നത്. ഏതായാലും അന്നത്തെ അത്രയും വർഷം പഴക്കമുള്ള ഒരു നിർമ്മിതിയിൽ കൂടി നമുക്കിപ്പോഴും ധൈര്യപൂർവ്വം നടക്കാൻ പറ്റുന്നല്ലോ. അത് തന്നെ വലിയ കാര്യമല്ലേ. അപ്പോൾ എന്തുമാത്രം സ്ട്രോങ് ആയിട്ടുള്ളതായിരിക്കും ഈ പാലം. അന്നത്തെ എന്താണ് ഈ ഉണ്ടാക്കുന്ന രീതികളൊക്കെ എന്തുമാത്രം വൈദഗ്ധ്യം നിറഞ്ഞതാണ്. അപ്പോൾ ഇന്ന് എന്തായാലും പാലത്തിൽ കയറാൻ പറ്റി. അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ആൾക്കാർ ഇവിടെ പാലം കാണാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. വളരെ പ്രശസ്തമാണ്. ഒരിക്കലെങ്കിലും വന്ന് കാണാൻ പറ്റുന്നവർ വന്ന് കാണണം കേട്ടോ. ഒരുപാട് പേര് കണ്ടിട്ടുണ്ടായിരിക്കും. കാണാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. കാണാൻ പറ്റുവാണെങ്കിൽ വന്ന് കാണണം കേട്ടോ. ഇതാണ് കല്ലടയാറ്. ഈ പാലത്തിൻ്റെ ചെറിയ വിടവിൽ കൂടെയൊക്കെ നമുക്ക് അടിയിലെ വെള്ളം കാണാൻ പറ്റും. അപ്പോൾ ഒരു ചെറിയ പേടിയില്ലാതെ ഇല്ല. എന്നാലും നല്ല രസമുണ്ട് ഇതുവഴി നടക്കാനൊക്കെ. എനിക്ക് യാത്ര ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ചെന്ന് എത്തിപ്പെടുന്ന സ്ഥലത്തിനേക്കാളുപരി നമ്മൾ ആ വഴി കൂടെ പോകുമ്പോഴത്തേക്കും എന്തെല്ലാം കാഴ്ചകൾ കാണാൻ പറ്റുമെന്നൊക്കെ, ആ കാഴ്ചകൾ കാണുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഓരോ സ്ഥലങ്ങളൊക്കെ കണ്ട് കണ്ട് പോകാൻ വേണ്ടിയിട്ട്. അത് പ്രത്യേകിച്ച് എൻ്റെ ചേട്ടൻ്റെ കൂടെ യാത്ര ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ്. ശരിക്കും പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇത്രയും സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടി പോകുന്നത് തന്നെ, സ്ഥലങ്ങളൊക്കെ കാണുന്നത് തന്നെ. അപ്പോൾ ആ യാത്രകൾ ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ ഓരോരോ സ്ഥലങ്ങൾ കാണാനും അവിടെയൊക്കെ നിർത്തി നിർത്തി സമാധാനപൂർവ്വമായിട്ട് നമ്മളെ കൊണ്ടുപോകും കേട്ടോ. അല്ലാതെ ഇവിടുന്ന് കയറിക്കഴിഞ്ഞാൽ പിന്നെ ചെന്ന് ഇറങ്ങുന്ന സ്ഥലം അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ കേട്ടോ. മുട്ടയടിക്കുന്ന വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരാം.